എൻ മനമേ സ്തുതിക്കാൻ നാഥനെ, എന്നുള്ളമേ വാഴ്ത്തുക നന്ദിയാ. പാടാമോ? എൻ മനമേ, എൻ മനമേ സ്തുതിക്കാൻ നാഥനെ, ഓ എന്നുള്ളവേ വാഴ്ത്തുക നന്ദിയാ. എൻ മനമേ, എൻ മനമേ, ഓ എൻ മനമേ സ്തുതിക്കാൻ നാഥനെ, ഓ എന്നുള്ളവേ വാഴ്ത്തുക നന്ദിയാ. ഒരിക്കൽ കൂടെ ചേർന്ന് പാടിക്കുക വരികളെ. എൻ മനമേ, ഓ എൻ മനമേ സ്തുതിക്കാൻ നാഥനെ, ഓ എന്നുള്ളവേ വാഴ്ത്തുക നന്ദിയാ. അവൻ ദേവാദിദേവൻ കർത്താദികർത്തൻ, അതിരായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ ദേവാദിദേവൻ കർത്താദികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. എൻ മനമേ സ്തുതിക്കാൻ നാഥനെ, ഓ എന്നുള്ളവേ വാഴ്ത്തുക നന്ദിയാ. എല്ലാ ആദരങ്ങളും തുറന്ന് പാടിക്കുക. എൻ മനമേ, മനമേ സ്തുതിക്കാൻ നാഥനെ, ഓ എന്നുള്ളവേ വാഴ്ത്തുക നന്ദിയാ. അവൻ ദേവാദിദേവൻ കർത്താദികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. 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 എൻ മനമേ സ്തുതിക്കാൻ നാഥനെ, ഓ എന്നുള്ളമേ. ആദരങ്ങളെ തുറന്നു പകൽക്കാലം ആ നാമത്തെ ഉയർത്തിക്കേ. മനമേ സ്തുതിക്കാൻ. ഈ പട്ടണത്തിൽ അവന്റെ നാമം ഉയരട്ടെ, ഈ ദേശത്ത് അവന്റെ നാമം ഉയരട്ടെ, ഈ രാജ്യത്തിൽ അവന്റെ നാമം ഉയരട്ടെ. മറ്റൊരുത്തരും ലഭിക്കാത്ത ഈ രക്ഷാമാർഗം നമുക്ക് ലഭിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ആ രാജാവും ആ കർത്താവുമായ ദൈവത്തിന്റെ നാമം ഈ ദേശത്തിൽ ഉയരണോ, ഈ പട്ടണത്തിൽ ഉയരണോ. അവന്റെ ശക്തി ഈ ദേശത്ത് വെളിപ്പെടണോ, ആ ദൈവിക മഹത്വം ഇതിനകത്ത് വെളിപ്പെടണോ. ആഗ്രഹമുള്ളവരെല്ലാം ഇന്ന് പകൽക്കാലം മൗനമായിരിക്കാതെ അടുത്തിരിക്കുന്നവൻ ആരാധിക്കുന്നവൻ ഇല്ലയൊന്ന് നോക്കാതെ ആദരങ്ങളെ തുറന്ന് പാടിക്കേ. എൻ മനമേ സ്തുതിക്കാൻ നാഥനെ,
നാമേ വാഴ്ത്തുക നന്ദിയാൽ. നിങ്ങളെല്ലാവരും ചേർന്ന് പാടിക്കേ. ദേവാദിദേവൻ അവൻ സകല ദൂതന്മാര് വാഴ്ത്തുന്ന നാമം. സകല കെരൂബുകളും വണങ്ങുന്ന നാമം. അതിശ്രേഷ്ഠൻ മനമേ സ്തുതിക്കതിൻ നാം. ഓ എന്നുള്ളവേ വാഴ്ത്തുക നന്ദിയാ. ഓ എൻ മനമേ സ്തുതിക്കതിൻ നാം. നിങ്ങളുടെ നാവിൽ നിന്ന് അത് കേൾക്കാൻ എൻ്റെ അപ്പ ആഗ്രഹിക്കുകയാണ്. താതന്റെ മാർവിടമേ പാടാമോ? ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഓ എന്റെ താതന്റെ മാർവിടമേ. തിരുമുൻപിൽ കാഴ്ചവയ്ക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. പാടാമോ? തിരുമുൻപിൽ കാഴ്ചവയ്ക്കുവാൻ എന്റെ സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പ. എന്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടും. താതന്റെ മാർവിടമേ. ഓ ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഓ ഇതുപോലൊരു എന്റെ താതന്റെ മാർവിടമേ. ഓ എന്റെ താതന്റെ മാർവിടമേ. എന്റെ താതന്റെ മാർവിടമേ. യേശുവിൻ നാമം യേശുവിൻ നാമം ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും
ആരാധന. ഞാനെന്നും യേശുവിൻ നാമം ഞാനെന്നും സ്തുതിക്കും. ആദരങ്ങളെ തുറന്ന് ആ കർത്താവിനെ പകൽക്കാലം ആരാധിച്ച് ഈ ദൈവത്തെ ആരാധിക്കാൻ ലഭിച്ച ഭാഗ്യം, ഈ ദൈവത്തെ അനുഭവിച്ചറിയാൻ ലഭിച്ചത് നമ്മുടെയൊക്കെ ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. ദൂതന്മാർക്ക് ലഭിക്കാത്ത ഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഈ രക്ഷാമാർഗത്തെ ആഗ്രഹിച്ച ഒത്തിരി പേരുണ്ടായിരുന്നു. പഴയ നിയമപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്തെല്ലാം ഈ രക്ഷാമാർഗത്തെ പറ്റി പ്രവചിച്ചിട്ടുണ്ട്. ഒത്തിരി പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ ഭാഗ്യത്തെ പറ്റി. അവർക്കൊന്നും അത് അനുഭവിക്കാൻ പറ്റിയില്ല. അവരതിനെപ്പറ്റി ആരാഞ്ഞറിയുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആമേൻ, ഹല്ലേലൂയ. അവർക്കൊന്നും ലഭിക്കാത്ത ഭാഗ്യമാണ് ഈ കർത്താവിന്റെ കൃപയെ പറ്റി പാടുന്നത്. ആമേൻ. പത്രോസ് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നമ്മൾ ഈ ആരാധിക്കുന്ന ദൈവത്തെ ആമേൻ, ഹല്ലേലൂയ, അനുഭവിച്ചറിയാൻ കഴിഞ്ഞത് നമുക്കാ. ആമേൻ. ദൂതന്മാർ ആരാധിക്കുമ്പോൾ അല്ല നമ്മൾ ആരാധിക്കുന്നത്. ഞാൻ പോകുന്നിടത്തെല്ലാം പറയുന്ന കാര്യമാണ്. ദൂതന്മാർ ആരാധിക്കുമ്പോൾ അല്ല നമ്മൾ ആരാധിക്കുന്ന കർത്താവിനെ. ദൂതന്റെ മുൻപിൽ വെളിപ്പെടാത്തൊരു സൈഡ് കർത്താവിനുണ്ട്. അത് നമ്മുടെ മുൻപിൽ ദൈവം വെളിപ്പെടുത്തിയത്. സ്നേഹമെന്ന ദൈവം, ആമേൻ, കൃപ കാട്ടുന്ന ദൈവം, കനിവ് കാട്ടുന്ന ദൈവം, കരുതുന്ന ദൈവം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഒത്തിരി പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആരാധന എന്ന് പറയുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന. ആമേൻ, ശരിയാണ്. ആമേൻ, ഹല്ലേലൂയ. ദൂതന്മാർ ആരാധിക്കുന്നത് പോലെ യഹോവ പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. ഇത് മാത്രമാണ് ആരാധന. മറ്റുള്ളതൊന്നും ആരാധനയല്ല. മറ്റുള്ള പാട്ടുകളൊന്നും ആരാധന ഗാനം അല്ലെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. കാരണം കർത്താവ് ഈ വിധത്തിൽ വെളിപ്പെട്ട് നിന്ന് നമ്മുടെ അടുത്ത് മാത്രമാണ്. ഈ പാട്ട് പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് മാത്രമേ പാടാൻ പറ്റത്തുള്ളൂ. ദൂതന്മാർക്ക് ഒരിക്കലും ഈ പാട്ട് പാടാൻ പറ്റത്തില്ല. നമ്മളിത് പാടി ആരാധിക്കുമ്പോൾ, നമ്മൾ ഈ കൃപയുടെ ഗാനം പാടി ആരാധിക്കുമ്പോൾ ദൂതന്മാർ കൊതിയോടെ മേലെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ദൂതന്മാർ കൊതിയോടെ നമ്മുടെ മുഖത്തോട് നമ്മൾ ആരാധിക്കുന്നത്. ഇവരെന്തോ ഈ പാടുന്നേ, ഇവരിതെന്തോ പാടുന്നത്, ഇവരിതെന്തോ പറയുന്നേ. അവരിതുവരെ കേൾക്കാത്ത സംഭവം ഇത്. അവർക്ക് പിടിച്ചാൽ കിട്ടാത്ത സാധനം ഇത്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. പഴയകാല പ്രവാചകന്മാർ ഒത്തിരി പേര് ആഗ്രഹിച്ചതാ. ആമേൻ, ഹല്ലേലൂയ, കർത്താവിന്റെ സുവിശേഷത്തെ പറ്റി അറിയുവാൻ. ആമേൻ. അവർ പ്രവചിച്ചു, പക്ഷെ അവർക്ക് അറിയത്തില്ല എപ്പോഴാണ് സംഭവിക്കുന്നത്, എവിടെയാണ് സംഭവിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയപ്പെട്ടവരെ, നമ്മൾ ഈ കൃപായുഗത്തിലാ, നമ്മൾ ഈ ഭാഗ്യ പദവിയിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് തിരിച്ചറിയുന്നവരിതിനകത്തുണ്ടോ? തിരിച്ചറിയുന്നവരിതിനകത്തുണ്ടോ? ഈ മകൾ ഭാഗ്യത്തെ ഓർക്കുന്നവരിതിനകത്തുണ്ടോ? അങ്ങനെയാണെങ്കിൽ ദൂതന്മാർ ആരാധിക്കുന്നതിനേക്കാളും അപ്പുറമായി നമ്മൾ ആ കർത്താവിനെ ആരാധിക്കണം. ജീസസ്, ജീസസ്. ഓ പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, പതിനായിരത്തിൽ അതിശ്രേഷ്ഠ. ഓ യേശു എത്ര. ഈ പാട്ടൊരിക്കലും ദൂതന്മാർക്ക് പാടാൻ പറ്റത്തില്ല. നമ്മുടെ ഭാഗ്യ പദവി അറിയാൻ വേണ്ടി ഞാൻ അവരോട്ടൊന്ന് കമ്പയർ ചെയ്യുക. ഓ യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. ഓ ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെന്നെ. യേശുവിൻ നാമം, യേശുവിൻ
ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു